അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ള ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടെ നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു നിങ്ങള് സൂറത്ത് മറിയമിന്നി കെഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ പാവം നല്ലത് ഇയാളെ കുറിച്ച് പറയാം. ഒന്ന് പോയി നോക്കണ്ടേ മുട്ടി പഠിക്കല്ലേ? വയലത്തൊരു പാപ്പാന്റെ അടുത്തൊന്ന് പോയി നോക്കണ്ടേ? എന്നാലല്ലേ പോയി തിരിയുള്ളൂ. റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും. ഈ റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞ ഏതെങ്കിലും തങ്ങന്മാരെ ബീബിയാളെ പേരല്ല. റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതാന്ന് അതിന്റെ മലയാളം. പക്ഷെ അത് പറഞ്ഞ മാനക്കേടല്ലേ. അതുകൊണ്ട് ഏത് പരിഭാഷപ്പെടുത്തിയാലും മുജാഹിദത്തിന്റെ അർത്ഥം പറയലില്ല. ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ചെയ്ത്താൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക് മൂപ്പരമേത്തിഞ്ഞൊരു പുതിയ ചെയ്ത്താന്റെ ആവശ്യമുണ്ടോ? അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. മൂപ്പരിത് ആദ്യമായിട്ട് കാണുകയാണ്. പറഞ്ഞിട്ട് കാര്യമല്ല. ഏതെങ്കിലും ഒരു പല്ലിരുന്ന കേറുവാടിയിൽ ഒരു സിയാറത്തിന് പോയി നോക്കണ്ടേ? അല്ലാതെ എങ്ങനെയപ്പോ ഇതൊക്കെ കാണുക? അപ്പൊ ഞാൻ ഇങ്ങനെ ചതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. ചെയ്ത്താനേ പോന്നാ പറയുന്നത്. അപ്പൊ ചെയ്ത്താൻ ഇങ്ങോട്ട് നാളെ മീറ്റിംഗ് ഇല്ലേ പറഞ്ഞു നോക്കി. ഒന്നും നിൽക്കുന്നില്ല. അതിലിവൻ ചാടി അങ്ങ് എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. വയലത്തൂര് പാപ്പി ഖലീൽ തങ്ങൾ പാപ്പി നോക്കിയാണ്ട് പറഞ്ഞയച്ചിക്കണ എത്ര ചെയ്ത്താന്മാരെ. ഒറ്റ ലാപ്ടോപ്പ് കേടുന്നിട്ടില്ല, ഒരു മൊബൈലും കൂടി കേടുന്നിട്ടില്ല. അറിയാത്ത പണിക്ക് നിന്നാ വരുന്ന അപകടം ഉറപ്പല്ലേ. അത് കെട്ടി അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുണന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല അതാ ഇത് കണ്ടോ, അതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് ഇട്ടാണല്ലോ, നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന എന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുഖിയ നടത്തി വെച്ചു? ഞാൻ റുഖിയ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വെറുതെ ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജമിയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അവിടെ 80 കൊല്ലം ഖുർആനിൽ കയറി ഇറങ്ങി നിരങ്ങി ഗവേഷണം നടത്തിയിട്ട് ഇതിന്റെ പരിഹാരം മുജാഹിദിന് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? സംഗതി ചെയ്ത്താൻ പള്ളിയിലെടുത്തുണ്ടാവും എന്നുള്ളത് ഇപ്പൊ ചങ്കരംകുളം മുജാഹിദിലെ എല്ലാ ഗ്രൂപ്പും ഉറച്ച് 20 ഗ്രൂപ്പ് ഒഴിച്ച്. അപ്പോ കൊണ്ടോവും ഡോക്ടറെ അടുത്ത്. ഡോക്ടർ കോയിൽ വെച്ച് പരിശോധിക്കും, അസുഖം കിട്ടൂല, വേദന മാറുള്ളൂ എന്നാണ് മയക്കി കിടത്താന്ന് തീരുമാനിച്ചു. സൂചിക്കയിടും. സിസ്റ്റർ നന്നായി നരമ്പ് പരിശോധിക്കും, കിട്ടണ മുഴുവൻ ഈ സാധുവിന്റെ നരമ്പാ. ചെയ്ത്താന്റെ നരമ്പുണ്ടോ സൂചി അടിച്ചാൻ കിട്ടണ? കൊടുക്കും കുത്തല്. കടക്കും രോഗി അവിടെ. എന്തൊരു നരകയാതന ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോഴാണ് സഹോദരന്മാരെ മുജാഹിദീങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാര് യോഗം കൂടിയിട്ട് ചെയ്ത്താൻ അസുഖമൊക്കെ ഉണ്ടാക്കും, പക്ഷെ ചികിത്സ പാടില്ല എന്ന് പാസാക്കി. അപ്പോ നമ്മളെ കുറച്ച് ചെറുപ്പക്കാരായ മൗലവിമാര് ഒരു ഒപ്പ് ശേഖരണം നടത്തി കൊടുത്തു. ആർക്കറിയോ? ജമിയത്തുൽ ഉലമക്ക്. നിങ്ങൾ അങ്ങനെ മാനം കാക്കലൊക്കെ തടി കാത്തിട്ട് മതി, ചെയ്ത്താൻ എങ്ങനെ പള്ളി കൊണ്ടടക്കല് നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ എന്താ പറയാ അതിന്റെ മറുപടി? ആ മറുപടി സക്കരിയ സ്വലായി പറഞ്ഞു. ജിന്നുകള് KJ ഇറക്കിയ പുസ്തകത്തെ സംബന്ധിച്ച് 38 പേർ ഒപ്പിട്ടൊരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിനെ പറ്റി ഇപ്പൊ എന്താ പറഞ്ഞറിയോ? 38 പോത്തുകൾ. ഇന്നലെയും പറഞ്ഞത്രേ വയനാട്ടിൽ നിന്ന് ഹംസബാഖവി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരള ജമിയത്തുലമയുടെയും KNMന്റെയും വിശദീകരണ യോഗം നടക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ പ്രബോധകന്മാരായ 38 ആളുകൾ, അബ്ദുല്ലക്ക സുല്ലമി ആമയൂർ, സുഹൈർ ചുങ്കത്ര, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി ആറഞ്ചേരി, അബ്ദുർ റഊഫ് നദ്വി,
അബ്ദുൽ അമീദ് സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി എന്ന് തുടങ്ങി ഷാഫി സലായി, സാജി തിരൂരങ്ങാടി, നമ്മുടെ ഈ പ്രസംഗ പ്രബോധന രംഗത്തുള്ള ഒരുപാട് ആളുകൾ അവരെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിന് 38 പോത്തുകൾ. ഇവിടെ അങ്ങാടിയിലെങ്കിലും ഒരാളെ പോത്തേന്ന് വിളിക്കോ? അതായത് സാധാരണ അങ്ങാടി മാർക്കറ്റിൽ പണിയിരിക്കണോ മറ്റത്തിനെ പോത്തേന്ന് വിളിച്ചാൽ ദേഷ്യം പിടിക്കൂലേ? എന്നാൽ പണ്ഡിതന്മാരായ 38 പേര് ഒപ്പിട്ട് കൊടുത്തിട്ട് ദായിമാരായ ആളുകളും പണ്ഡിതന്മാരായ ആളുകളും കൂടി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇയാൾ പറയാം 38 പോത്തുകൾ എന്ന്. ഒരു ബാക്കവിയ ക്യാരറ്റ് പറയണത്. അതിലൊരു മകൻ എൻ്റെ ഷാഫി സലായിയാണ്, ഓനാണ് ഒരു പോത്ത്. അപ്പൊ തൃശ്ശൂരിന് സദസ്യർക്കല്ല, അപ്പൊ നിങ്ങളോന്ന് ചോദിച്ചു മരപ്പോത്ത് എന്നാ മറുപടി. നമ്മളത് പറയണ്ട, ക്ലിപ്പ് അടുത്തത് വരും, നമ്മൾ കേൾപ്പിച്ചേരണ്ട്. അതുപോലെ തന്നെ അടുത്ത CD-യിൽ മറുപടി മറ്റേ മൗലവി പറയേണ്ടി വരുമല്ലോ, അപ്പൊ പറയും മരപ്പോത്ത്. ആ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ അപ്പൊ കേൾപ്പിച്ചേരണ്ട്. ഇനി നോക്കി നിങ്ങള്. അപ്പൊ സക്കരിയ സ്വലായി പറയാ പോത്ത് എന്ന് വിളിക്കാൻ പാടില്ല. ഇനി അഥവാ വല്ലാതെ ദേഷ്യം പിടിച്ചാലോ? ദേഷ്യം പിടിച്ചാല് എന്താ വിളിക്കേണ്ടതെന്ന് സക്കരിയ പറഞ്ഞു തരും. പോത്ത് എന്ന് വിളിച്ചൂടാ. പിന്നെ വിളിക്കേണ്ടത് എന്താണ്? അത് സക്കരിയ സ്വലായി പറയുന്നത് കേട്ടോളി. പൊട്ടന്മാരെ, പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ടപ്പോയത്തക്കാരെ, കാട്ടാളന്മാരെ, പരമവിഡ്ഢികളെ, മൈക്കകളെ. അതായത് കണ്ണ് കണ്ടതൊക്കെ പറയാം, പോത്ത് മാത്രം പറഞ്ഞൂടാ. കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണവടയാണ്. ഉളുപ്പുണ്ടോ? മടവൂരിയോ 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 വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ ഊതല്, ആസനത്തിൽ ഊതല്. മടവൂര് നിൽക്കുക, CP ഊതുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ ഊതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവൂർ CP. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് കൊണ്ടുപോയി മറിവീതനുണ്ടോ? നീർച്ചോറല്ലോ, വഹാബിയൊക്കെ പറ്റൂല. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ. നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യല്ല. ഈ പഹരിന് കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ, കാപട്യത്തിന്റെ ഉസ്താദ്മാര് അന്നം തിന്നുന്ന മടവൂരി. ഒരു തന്തയില്ലാത്തിരുത്ത് വാലാട്ടികളെ, നിങ്ങൾ മുണുങ്ങിക്കോളി, നിങ്ങൾ മുണുങ്ങിക്കോളി. പൊട്ടന്മാരെ, മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. കണ്ടങ്ങള്. പക്ഷെ ഉള്ളത് പറയണല്ലോ, ഇയാള് പറയുന്നത് മാത്രം പ്രവർത്തിക്കണ ആളാ. ഈ ജാതി മുഴുവൻ തൊള്ളി കൂടെ വന്നിട്ടും പോത്ത് എന്ന് മാത്രം അയാൾ പറഞ്ഞില്ല. അപ്പൊ എന്താ പോത്ത് എന്ന് പറയരുതെന്ന് അയാൾ വേറെയുണ്ട്, അത് മാത്രം പറഞ്ഞില്ല. പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞു. നിങ്ങൾ ചിരിച്ചല്ലോ, എനിക്ക് അങ്ങനെ ചിരിച്ചാൻ കഴിയൂലട്ടോ. എന്താ നിങ്ങള് ഇയാൾ ഈ വിളിച്ചതൊക്കെ ഹദീസുമായിട്ടുണ്ടായിട്ട് വിളിച്ചതാ. പോത്ത് എന്ന് വിളിച്ചരുത് അയാൾ പറഞ്ഞതും ആയത്തു ഹദീസും ഉണ്ടായിട്ടാ. ഏതടിസ്ഥാനത്തിൽ അയാൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് അയാൾ പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല, ആയത്തു ഹദീസിലുണ്ട്. 6 മണിക്കൂർ പ്രസംഗിക്കുമ്പോ പൊട്ടത്തരങ്ങൾക്ക് വാദങ്ങൾക്ക് മറുപടി വരുമ്പോ പൊട്ടത്തരം ജാഹിൽ എന്നൊക്കെ പറയും. അതിങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇയാൾ ജാഹിൽ ജാഹിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആനില് മഥലുല്ലദീന ഹുമ്മിലു തൗറാത്ത കമഥലിൽ ഹിമാർ, കഴുതയെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെടുത്തിട്ട് ഖുർആൻ ഒരാൾ വിമർശിക്കാൻ നിന്നാൽ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയുന്നതാ. അതെ, എങ്ങനെ കഴുതാന്ന്. പക്ഷെ അവിടെയും പോത്തുന്നില്ലട്ടോ, ഉള്ളോലെ പറയണല്ലോ. നിങ്ങൾക്കറിയോ, ഒരിക്കലും റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് ജൂതന്മാർ അസ്സലാമു അല അസ്സാമു അലൈ, അസ്സാം നിനക്ക് നാശം, നിനക്ക് മരണം എന്നാ അർത്ഥം. അപ്പൊ നബി വഅലൈക്കും നിങ്ങൾ ആ പറഞ്ഞ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അപ്പൊ ഉള്ളിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഅലൈക്കും യാ അബ്ന അൽ ഖിറദത്തി വൽ ഖനാസീർ, നിങ്ങൾക്കും ഉണ്ടാകട്ടെ പന്നികളുടെയും കുരങ്ങന്മാരുടെയും മക്കളെ. ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ. തെളിവായി പോ. എന്തൊക്കെ വിളിക്ക? പന്നി, ഓക്കെ. അതുപോലെ പിന്നെ കാട്ടാളനൊക്കെ, പോത്തിനെ കണ്ടങ്ങള്. അപ്പൊ ഉള്ളതുപോലെയാണ് ഇരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്തു പറയുന്നത്? സക്കരിയ സ്വലായി മന്ത്രിച്ചൂതാൻ തുടങ്ങി. കുറെ മൗലവിമാര് ജീവനെ പേടിയുള്ള മുജാഹിദീങ്ങൾ തടി കാത്തിട്ട് മതി മുജാഹിദ് എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ചങ്ങരംകുളം മുജാഹിദിലെ കുറച്ച് മൗലവിമാർക്ക് ഓണസദ്യ മുടങ്ങിയത്. ആ മൗലവിമാർ സക്കരിയാനെ വിമർശിച്ചു. അനസ് മൗലവി പറഞ്ഞു മന്ത്രിച്ചൂതാൻ വീടേ പറ്റൂല. അപ്പൊ സക്കരിയ സ്വലാഹിന്റെ മറുപടി ഇതരങ്ങള്, ഞാൻ ഒറ്റക്ക മന്ത്രിച്ചൂതാൻ വിട്ടത്, ഞാൻ ഒറ്റക്ക മന്ത്രിച്ചൂതാൻ പോയത്, നിങ്ങളും പോയിട്ടില്ലേ?
ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടി പറയും, പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിദീങ്ങൾ വരെ വന്നിട്ടുണ്ട്. നോക്കാൻ നിങ്ങൾ നമ്മളെ നാട്ടിലെ തങ്ങന്മാരും മൂല്യന്മാരും ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാലേ എത്ര ISMമാര് തല പൊന്തിച്ച് നടക്കും. കാരണം അമ്മാരിറ്റനെ പെറ്റ മുഴുവൻ തങ്ങന്മാർ ഊതി കൊടുത്ത വായിക്കൊന്നും കണ്ട. പക്ഷെ നമ്മളെ ആലിമീങ്ങളെയും തങ്ങന്മാരെയും അന്തസ്സുകൊണ്ട് ഓലത് പറഞ്ഞില്ല, അതുകൊണ്ട് ISMമാര് തല പൊന്തിച്ച് നടക്കുന്നുണ്ട് അല്ലേ? പക്ഷെ മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ ഒരു ജിന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട്. അയാളിപ്പോ കൊയല് വെച്ചിട്ടല്ല ചികിത്സിക്കല്, തകിട് വെച്ചിട്ടാണ്. അയാളെടുത്ത് ചികിത്സക്ക് പോയ വർത്താനാണ് ഇപ്പൊ അയാള് പറയണേ. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക്. മൂപ്പര് നാട്ടിക്ക് വരാൻ പോവുകയാണ്, കുറച്ചും കൂടി എനിക്ക് പറയാണ്ടെന്നും പറഞ്ഞിരിക്കണ്. അത് അനസിനോട് പറയാനാണ് സക്കരിയാനെ ഏൽപ്പിച്ചത്. നമ്മൾ സക്കരിയാനെ ഒരു സംഗതിയും കൂടി ഏൽപ്പിച്ചാണ്. ടിക്കറ്റ് ഏതായാലും സക്കരിയ കൊടുക്കും, ക്ലിപ്പ് ഞങ്ങൾ ഇട്ടും തന്നോണ്ട് എന്ന് പറയാനും കൂടി അനസിനെ ഏൽപ്പിച്ചളി. കേട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂനാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല, അതൊന്നും നടക്കൂല. ഇനി അയാൾ പറയണ എന്താ അറിയോ? ISMന്റെ ഒരു നേതാവ് കുറച്ച് ഇത്താത്താരിയായിട്ട് അജ്ജിന് പോയി. അജ്ജിന് പോയോടത്ത് നിന്ന് അജ്ജുമ്മത്താത്താക്ക് ചെയ്ത്താനിളകി, താത്തങ്ങനെ ഇളകുക. അപ്പോ ഞമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ എങ്ങനെ ചെയ്ത്താണ്ടായാലും ഹറമിലെത്തിയാ വിട്ടുക്കും, ഏർവാടി പോയാൽ തന്നെ ചെയ്ത്താൻ പോണ വജുവാണ്. അപ്പോ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഹറമിൽ പോയിട്ടും ചെയ്ത്താൻ. അപ്പൊ മൗലവി ഇങ്ങനെ ഇളകണ താത്താനോട് പറയത്തരേ, എവിടുന്നാ വന്നത്, എന്തിനാ വന്നത്, പോകണം. ആരോടെ? ഇളകണ താത്താന്റെ മേത്തുള്ള ജിന്നിനോട്. അപ്പൊ ജിന്ന് ഇങ്ങോട്ടൊരു അറ്റാക്ക്. എന്താ നിങ്ങള്? ജിന്ന് പറഞ്ഞു, സുന്ദരിയായ പെൺകുട്ടികളെ നോക്കി ഇങ്ങനെ രസിക്കുക. ഇടുത്തി കിട്ടി മൗലവി അല്ലേ? നമ്മൾ ഏതെങ്കിലും തങ്ങന്മാരോടും മൂല്യന്മാരോടും ജിന്നി നായകെട്ടിൽ നിൽക്കോ? പോണ കാളന്തോട് ഉസ്താദിന്റെ മുറ്റത്തേക്ക് എത്തണ്ട, ചെയ്ത്താൻ പോണ വജ്ജി കാട്ടി അല്ലേ? ഇവല് കീസി കൊണ്ടെടുക്കണ സാധനം അത് ഇവല് ഊതിയിട്ടും പാറിയിട്ടും ഇത് പോകുമോ? അപ്പൊ ജിന്ന് ചോദിച്ചാൽ സുന്ദരിയായ പെൺകുട്ടിനെ നോക്കി ഇങ്ങനെ രസിക്കാലേ. അപ്പൊ അതിലും വലിയ തമാശ എന്താ അറിയോ? മൗലവി പറഞ്ഞത്രേ, ഉറച്ച് ഇത് ജിന്ന് തന്നെയാണ്. എന്താ ഉറപ്പാകാനുള്ള കാരണം എന്ന് പറയുന്നത്? മൗലവിക്ക് എയർപോർട്ടിൽ തന്നെ ഒരു കണ്ണുണ്ട് താത്താന്റെ മേത്ത്. പക്ഷെ ആ സാധു ചെയ്ത്താൻ വരുവോളെ വിവരം അറിയില്ല. ആ താത്ത അറിഞ്ഞൊക്കെയാണെങ്കിൽ എയർപോർട്ടിൽ തന്നെ മൗലവിക്ക് 2 കിട്ടും. പക്ഷെ അവിടെ ഒന്നും ചെയ്ത്താൻ താത്ത ഈ വിവരം അറിയില്ല. ചെയ്ത്താൻ ഇളകിയപ്പോഴല്ലേ പറഞ്ഞത്. അപ്പൊ ഉറച്ച് ഇത് താത്ത പറയണതല്ല, ചെയ്ത്താൻ പറയണേ തന്നെയാണ്. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ. ഞാൻ പോയിട്ട് വേണം മൗലവിക്ക് നോക്കാണില്ലേ ചെയ്ത്താന്റെ ഇങ്ങോട്ടുള്ള പ്രതികരണം. പറയുന്നത് ചെയ്ത്താനാണ്, ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പായി ഇത് ജിന്നാണ്. എന്താ ഉറപ്പ്? മൗലവിന്റെ മനസ്സിലുള്ളത് ജിന്ന് പറഞ്ഞില്ലേ. ഈ പോയത്തക്കാർ അവിടുന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ ഇയാളെ മനസ്സിലുണ്ട് നല്ല പേര്. ഇയാളാണ് കക്കാനല്ലാതെ കളവ് പൂത്താൻ അറിയണ്ടേ. മൗലവി പറഞ്ഞത്ര അത് ഉറച്ച് ജിന്ന് തന്നെയാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽഭാഗമെന്നോവർ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് അള്ള കൊടുത്ത ആധ്യാത്മികമായ പവർ കാരണം അവിടുന്ന് മറഞ്ഞതറിയുമെന്ന് മാലപാടിയപ്പോൾ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് അള്ള കൊടുത്തിട്ടുള്ള പവർ അംഗീകരിക്കാൻ അഹന്ത സമ്മതിക്കാത്തത് കൊണ്ട് ആദർശം വിട്ടുപോയ മൗലവിമാരെ, നിങ്ങൾക്ക് അവസാനം ചെകുത്താന്റെ മാല പാടേണ്ടി വന്നില്ലേ? ഇമാം
ആമീങ്ങൾക്ക് പിഴച്ചിട്ടില്ല, സ്വാലിഹീങ്ങൾക്ക് പിഴച്ചിട്ടില്ല, അതുപോലെ അവരെ പിന്തുടർന്ന മുസ്ലിങ്ങൾക്കും പിഴച്ചിട്ടില്ല. അവർ കടന്നുപോയ വഴികൾ വളരെ സത്യസന്ധമാണ്. ആ വഴിയിലൂടെയല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ മുന്നേറ്റം സാധ്യമല്ല. ആ വഴിയിലൂടെയല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ വിപ്ലവങ്ങൾ സാധ്യമല്ല. 80 കൊല്ലക്കാലം സമുദായത്തിന്റെ മാറിടത്തിൽ അനാവശ്യമായ കലാപം വിതച്ചുകൊണ്ട് ഈ സമുദായം രൂക്ഷമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെടുകയും ചരിത്രപരമായി പുറംപോക്കിലേക്ക് എറിയപ്പെടുകയും ചെയ്ത മലബാറിലെ മുസ്ലിങ്ങളുടെ മുന്നിൽ വിദ്യാഭ്യാസവും അറിവും ആത്മീയതയും ആഹാരവും കൊടുത്ത് അതിജീവനത്തിന്റെ വഴികളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോരുന്നതിനു പകരമായി കൊടുങ്ങല്ലൂരിലെ കൂടാരത്തിൽ നാട്ടുപ്രമാണിമാരുടെ ഔദാര്യം കൊണ്ട് തടികാത്തു ജീവിച്ച KM മൗലവി മലബാറിലേക്ക് വന്നുകൊണ്ട് ആ സമുദായത്തിന്റെ ആത്മീയ രംഗത്തോ അവരുടെ ആ മതപരമായ രംഗത്തോ അവർക്ക് പുരോഗതി നൽകുന്നതിന് പകരം സമുദായത്തെ ആഭ്യന്തര കലാപങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ആഭ്യന്തരമായ ആദർശപരമായ അരാജകത്വത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താനല്ലയോ സഹോദരന്മാരെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടത്. ആ സമസ്തയുടെ ഒരു വലിയ കാലഘട്ടത്തെ പ്രബോധനോ ഈ ആദർശ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ സമസ്ത മുന്നേറുകയും ആ സമസ്തയുടെ പ്രതിരോധത്തെ പ്രത്യാക്രമണത്തിന്റെ പ്രബോധന ശൈലിയിലേക്ക് കൊണ്ടുപോയി വഹാബിസം വളരുന്ന മുഴുവൻ പഴുതുകളെയും പ്രാമാണികമായും ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും അടച്ചു വെച്ചുകൊണ്ട് സമുദായത്തിന്റെ ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് വേറിട്ടു നിൽക്കുന്നത്. അറിയില്ലേ നിങ്ങൾക്ക് 3.5 പതിറ്റാണ്ട് മുമ്പ് മർക്കസ് എന്ന് പറയുന്ന മഹത്തായ വൈജ്ഞാനിക വിളക്കുമാടത്തെ കത്തിച്ചു വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് നൽകിയ മെസ്സേജ് ഉണ്ട്. 920-കൾക്ക് ശേഷം KM മൗലവി കൊണ്ടുവന്ന വിദണ്ഡവാദങ്ങൾ സമുദായത്തിന്റെ ആധ്യാത്മിക ധാരക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവിലെത്തിപ്പെടുമ്പോൾ സഹോദരങ്ങളെ ആ തിരിച്ചറിവ് സമുദായത്തിന് നൽകുകയും അതോടൊപ്പം ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ രംഗത്ത് പുറംപോക്കിലേക്ക് എറിയപ്പെട്ടു പോയ മുസ്ലിം സമുദായത്തിന്റെ മുന്നേറ്റങ്ങളും വിദ്യാഭ്യാസ വിപ്ലവങ്ങളും സാധ്യമാകണമെങ്കിൽ അതിനാത്മീയമായ വിപ്ലവം ആവശ്യമാണെന്ന തിരിച്ചറിവും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നൽകി എന്നു മാത്രമല്ല നാട്ടിലുള്ള SSFകാരും SYSകാരും അത് ഏറ്റെടുത്ത് മുന്നേറിയപ്പോൾ ആ മർക്കസിന്റെ മഹത്തായ വിപ്ലവം ഇന്ന് നമ്മുടെ കവലകളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടക്കരയിലെ അൽ ഹസറും മുത്തേടത്തെ ഹിദായയും കരുളായിലെ MDയും ഉൾപ്പെടെ കിഴക്കനേറനാടിന്റെ ആസ്ഥാന നഗരിയായ മജ്മഉസ് സഖാഫത്തുൽ ഇസ്ലാമിയ ഉൾപ്പെടെ ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം തലമുറയുടെ പ്രത്യാശയും പ്രതീക്ഷയുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന അനേകം വൈജ്ഞാനിക വിളക്കുമാടങ്ങളുടെ മാതാവല്ലയോ മർക്കസുസ് സഖാഫത്ത് സുന്നിയ. ആ മർക്കസിന്റെ വിപ്ലവങ്ങൾ ഇന്നെവിടെയാണ്? ഇന്ത്യ രാജ്യത്തെ ദേശീയ മുസ്ലിങ്ങൾക്ക് ശാക്തീകരണ നേതൃത്വം നൽകണമെങ്കിൽ അവർക്ക് ആവശ്യമായ അറിവും മന്നവും വിദ്യയും ആത്മീയതയും കൊടുക്കണമെന്ന് കാന്തപുരം ഉസ്താദ് നിരീക്ഷിക്കുകയാണ്. അറിയില്ലേ നിങ്ങൾക്ക് ഗുജറാത്ത് ഒരു രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് ആസൂത്രിതമായും ഔദ്യോഗികമായും നക്കിത്തുടക്കുക എന്ന് കാണിച്ചു പരീക്ഷിച്ചറിഞ്ഞ രാജ്യമല്ലേ ഗുജറാത്ത്. ആ ഗുജറാത്തിന്റെ തെരുവുകളിൽ നിന്ന് വിധവകളായി എറിയപ്പെട്ടു പോയ മുസ്ലിം ഉമ്മമാരുടെ കൈകളിൽ നിന്ന് അനാഥകളുടെ കൈപിടിച്ചു കൊണ്ടുപോയി അവരെ അറിവും മന്നവും കൊടുത്ത് അവരെ സാമൂഹിക മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോരാൻ ആവശ്യമായിട്ടുള്ള അനവധി വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഗുജറാത്ത് മുസ്ലിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി കാന്തപുരം ഉസ്താദ് മുന്നിൽ നിൽക്കുകയാണ്. വെടിയൊച്ച നിലക്കാത്ത കാശ്മീർ
തഫ്സീരിലും അതുപോലെ തന്നെ സച്ചാർ സമിതി റിപ്പോർട്ടിലൂടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളുള്ള പശ്ചിമ ബംഗാൾ, അറിയില്ലേ നിങ്ങൾക്ക് കേരളീയരുടെ സായാഹ്നങ്ങളെ സന്തോഷവൽക്കരിക്കുന്ന ബ്രോസ്റ്റ് കടകളുടെയും റെസ്റ്റോറന്റുകളുടെയും കിച്ചണുകളിൽ മലയാളികൾ നോക്കി കരിഞ്ഞുണങ്ങിയ കണ്ണുമായി നോക്കി നിൽക്കുന്ന 18കാരനായ ചെറുചെറുക്കുള്ള മുസ്ലിം കുട്ടിയെ കണ്ടിട്ടുണ്ടോ? റിക്ഷവണ്ടി വലിക്കാരനായ കൽക്കത്ത നിവാസിയുടെ മകൻ താതാ കലാലയങ്ങളിൽ വിദ്യ പഠിക്കുമ്പോൾ ക്ഷയരോഗിയായ തന്റെ പിതാവിന് മരുന്ന് വാങ്ങാൻ ആവശ്യമായ കാശ് കിട്ടാതെ വരുമ്പോ കലാലയത്തിന്റെ ബെഞ്ചിലേക്ക് പുസ്തകമെറിഞ്ഞ് കേരളത്തിലേക്ക് ട്രെയിൻ കയറിയ മുസ്ലിമാണ് ആ കലാ കിച്ചണിലുള്ളത്. സഹോദരങ്ങളെ, വന്യവയോധികരായ കാന്തപുരം ഉസ്താദ് കൽക്കത്തയിലേക്ക് കടന്നു ചെന്നത് എന്തിനാണ്? ആ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ കലാലയങ്ങള്, അവർക്കാവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, അവർക്കാവശ്യമായ പള്ളികളും അതുപോലെ തന്നെ മതകലാലയങ്ങളും ഭൗതിക കലാലയങ്ങളും കൊടുത്തു ഇന്ത്യ രാജ്യത്തിന്റെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിലൂടെ ഒരു സമുദായത്തിന്റെ ശാക്തീകരണ സംരംഭങ്ങൾക്ക് വേണ്ടി നട്ടോട്ടമോടുന്ന മുസ്ലിം പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ആത്മീയതയുടെയും അറിവിന്റെയും നവ്യാനുഭൂതിയിലൂടെ ആധുനിക മുസ്ലിം ഇന്ത്യയുടെ നവോത്ഥാനം പടുത്തുയർത്താമെന്ന് പ്രായോഗികമായും ദൈക്ഷണികമായും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയ പണ്ഡിതനാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ആ മഹത്തായ കാന്തപുരം ഉസ്താദിന്റെ വിപ്ലവങ്ങളുടെ അലയലിലേർത്ത മഹത്തായ മർക്കസിന്റെ 35ാം വാർഷിക സമ്മേളനം ജനുവരി 4 മുതൽ സഹോദരന്മാരെ നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സന്ദേശയാത്ര ഈ വരുന്ന 19-ാം തീയതി 10 മണിക്ക് സഹോദരന്മാരെ എടക്കര അങ്ങാടിയിൽ സ്വീകരണം നൽകപ്പെടുകയാണ്. നിങ്ങളൊക്കെ അത് വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യത്തിന്റെ കലാലയമുറ്റങ്ങളിൽ 4 പതിറ്റാണ്ട് കാലത്തെ യുവതലമുറയുടെ മനതലങ്ങളോട് ധാർമ്മികതയുടെ തീപന്തങ്ങളായി രാജ്യത്തോട് സംവദിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ധർമ്മവിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF അതിന്റെ ഐതിഹാസികമായ 40-ാം വാർഷിക സമ്മേളനം ഏപ്രിൽ 26 മുതൽ എറണാകുളത്ത് നടക്കുമ്പോൾ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നാനോന്മുഖമായ പുരോഗതികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചാനലുകളിൽ പണ്ഡിത നേതൃത്വത്തെ സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കുവാനും മുന്നോട്ട് പോകാനും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളോട് വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ്. അല്ലാഹുമ്മ റഹംനാ വറഹം വാലിദീനാ വറഹം അസാതീദനാ വറഹം മൻ യർഹമുനാ വറഹം ജമീഅ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.